നമ്മൾ ഉത്തർപ്രദേശും രാജസ്ഥാനും കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇന്ത്യ മുന്നണി പറയുന്നു മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 24 സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കും എന്ന് ഇന്ത്യ മുന്നണി പറയുന്നു. കഴിഞ്ഞ തവണത്തെ ടാലി പ്രേക്ഷകർ ഓർമ്മിക്കണം. കഴിഞ്ഞ തവണ ശിവസേന NDAയുടെ ഭാഗമായി BJPക്കൊപ്പം നിൽക്കുമ്പോൾ അത് അൺഡിവൈഡഡ് ശിവസേനയാണെന്ന് ഓർമ്മിക്കണം. 41 സീറ്റുകളാണ് NDAക്ക് ലഭിക്കുന്നത്. 18 23 18 എന്നതായിരുന്നു കണക്ക്. അങ്ങനെ 48-ൽ 41 സീറ്റുകളും മഹാരാഷ്ട്രയിൽ NDA സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് പരമാവധി 20 സീറ്റുകൾ വരെയാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രവചിക്കുന്നത്. ഇന്ത്യ മുന്നണി പ്രവചിക്കുന്നതാവട്ടെ 24 സീറ്റുകളും. ഉണ്ണി ബാലകൃഷ്ണൻ, ഇറ്റ്സ് യുവർ ടേക്ക് നൗ. മഹാരാഷ്ട്രയിൽ എത്ര സീറ്റുകൾ? 24-ൽ കൂടുതലോ കുറവോ? മഹാരാഷ്ട്രയിൽ 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഉള്ളി കർഷകരുടെ പ്രശ്നമാണ്. ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ ഉള്ളിയുടെ കയറ്റുമതി നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് പശ്ചിമ മഹാരാഷ്ട്രയിൽ ഉള്ളി കർഷകർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലത്തെ സംഭവം പറയാം. പശ്ചിമ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി നരേന്ദ്രമോദി അവിടെ പ്രചാരണത്തിന് പോകുന്നതിൻ്റെ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് 50ഓളം ഉള്ളി കർഷകരെ അവിടെ അറസ്റ്റ് ചെയ്തതുപോലും വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട്. ഏതായാലും ഉള്ളി കർഷകരുടെ എതിർപ്പെന്ന് പറയുന്നത് പശ്ചിമ മഹാരാഷ്ട്രയിൽ ശക്തമായ പ്രതിഷേധമായി BJP അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മറാത്ത റിസർവേഷൻ്റെ പ്രശ്നമാണ്. മറാത്ത റിസർവേഷന് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ മനോജ് പാണ്ഡെയുടെ നേതൃത്വത്തിൽ 20 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളാണ് മുംബൈ മാർച്ച് നടത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അവർ BJPക്കെതിരായി നിലപാടെടുത്തിരിക്കുകയാണ്. വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത് ആൻറ്റി ഗുജറാത്തി വികാരമാണ്. അത് പ്രധാനമായും 2 ഗുജറാത്തികൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ, 2 ഗുജറാത്തി വ്യവസായികൾ അതിശക്തന്മാരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇന്ത്യയുടെ വ്യവസായ ക്യാപിറ്റൽ എന്നാണല്ലോ നമ്മൾ മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുക. അപ്പോൾ അവിടെ ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യവസായങ്ങളെല്ലാം ഗുജറാത്തിലേക്ക് പോകുന്നു എന്നൊരു ഗുജറാത്തി പ്രാദേശിക വികാരം ശക്തമാണ്. ഇനി ഇതിനെല്ലാം അപ്പുറം നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെന്റിമെന്റ്സ് ടുവേർഡ്സ് ശരത് പവാർ, സെന്റിമെന്റ്സ് ടുവേർഡ്സ് ഉദ്ധവ് താക്കറെ എന്നുള്ളതാണ്. അതായത് അനാവശ്യമായി 2 പാർട്ടികളെ വിഭജിച്ച് തങ്ങളുടെ വരുതിയിലാക്കി സർക്കാരിനെ നിലനിർത്തുന്നു എന്നുള്ള ഒരു പ്രശ്നവും അവിടെ വോട്ടർമാർ വളരെ പ്രധാനമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 4 വിഷയങ്ങൾ വളരെ പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 41-7 എന്ന് പറയുന്ന 2019 ടാലി ആവർത്തിക്കുന്ന പ്രശ്നമേയില്ല. ഇപ്രാവശ്യം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്കാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്ന 24 സീറ്റ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് നമ്പറാണ്. 24 സീറ്റ് കിട്ടും എന്നാണ് എൻ്റെ ടേക്ക്. ഓക്കെ, 24 അതൊരു പ്രധാനപ്പെട്ട കണക്കാണ്. മാത്രവുമല്ല, അങ്ങനെ 24 കിട്ടുകയാണെങ്കിൽ NDAയിൽ നിന്ന് 41 സീറ്റിൽ നിന്ന് കുറയാൻ പോകുന്നത് നോക്കൂ. 17 സീറ്റുകൾ NDAക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. അതായത് രാജസ്ഥാന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസി, ഉത്തർപ്രദേശും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. ബിഗസ്റ്റ് ലൂസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 41-ൽ നിന്ന് NDAയുടെ ടാലി അങ്ങനെ വരുന്ന പക്ഷം 17 കുറയുകയാണ് ചെയ്യുക, 14-ലേക്ക് മാറും.